ഹായ്. ഞാൻ ഇന്നലെ ഒരു കുട്ടിയെ പരിചയപ്പെടാനിടയായി കേട്ടോ. അപ്പോൾ ഒരു കുട്ടിയായിട്ട് സംസാരിച്ച സമയത്ത് അവൻ്റെ അമ്മയ്ക്ക് ക്യാൻസറായിരുന്നു. അമ്മ മരിച്ചു. അപ്പോൾ അമ്മേനെയൊക്കെ നല്ലോണം നോക്കി, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് അമ്മ പോയത്. പക്ഷേ അറ്റാക്കായിരുന്നു. ഓൾറെഡി ക്യാൻസറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് നേരം സംസാരിച്ചു. ആ സമയത്ത് പറയുകയാണ്, ഒരു കാര്യം നോക്കിയാൽ പറയുന്നത് ശരിയാണ്. പക്ഷേ ലക്ഷറി ലൈഫ് എന്ന് പറഞ്ഞാൽ അസുഖം വരുമ്പോൾ നല്ലോണം നോക്കി കിടക്കാൻ നല്ല കട്ടിൽ, ബെഡും ഒക്കെ കൊടുത്ത് ഒറ്റയ്ക്കൊരു റൂമിലാക്കി മരണം വരെ അങ്ങനെ കഴിയുന്നതാണ് ലക്ഷറി ലൈഫ്. അപ്പോൾ ക്യാൻസർ വരാതിരിക്കാനായിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ, ഒരു 90% പ്രൊട്ടക്ഷൻ നമുക്ക് കൊടുക്കാം. എന്നിട്ടും വരികയാണെന്നുണ്ടെങ്കിൽ അതിന് വിധി എന്ന് പറയാം, അല്ലേ? അപ്പോൾ നമ്മളൊന്നും ചെയ്യാതെ, ഇപ്പോൾ എല്ലാവരോടും, ഈ ലോകത്തിനോട് തന്നെയാണ് ഞാൻ പറയണത്, നമ്മളൊന്നും ചെയ്യാതെ നമുക്ക് അയ്യോ ഇതെൻ്റെ വിധിയാണ് എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? പക്ഷേ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വിധിയെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയണത്. അപ്പോൾ ഈ ക്യാൻസർ എന്ന മഹാവ്യാധി, അല്ലേ, കാർന്ന് തന്നെയാണ് മനുഷ്യന്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ്. ഇപ്പോൾ ക്യാൻസർ രോഗവിദഗ്ധൻ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് മെഡിസിൻ ഈസ് ക്യാൻസറിൻ്റെ ആ ഒരു വരാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്, അല്ലേ? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ക്യാൻസർ രോഗി, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ പുറത്തുള്ളവരെ കാണിക്കില്ല. എല്ലാവരും അങ്ങനെയാണോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒട്ടുമിക്ക ആളുകളും അങ്ങനെയാണ്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ ഒരു കുറച്ചൊന്ന് ബെറ്ററായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ആൾക്കാരുമായിട്ട് ഇടപഴകാനുള്ള ആ ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. അമിതമായിട്ടല്ല, എന്നാലും നമുക്കറിയുന്ന ആളുകളെ, അല്ലേ, നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ ഒന്നിടയ്ക്കൊക്കെ വന്നൊന്ന് കാണുക, ഒരു 5 മിനിറ്റ് നേരം വർത്തമാനം പറഞ്ഞിരിക്കുക. അതൊക്കെയല്ലേ ആ ഒരു രോഗി ആഗ്രഹിക്കുന്നുണ്ടാവുക. അല്ലാതെ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ഒരു റൂമിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടിയിരിക്കുന്നതാണോ ആ രോഗിയുടെ സന്തോഷം? എന്തായാലും മാരകമായിട്ടുള്ള അസുഖങ്ങൾ വന്നാലും വന്നിട്ടില്ലെങ്കിലും നമുക്കറിയാം, അല്ലേ, നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യം, അല്ലേ? ഇത് എല്ലാം നമ്മൾ കൊടുത്തിട്ട് ആരുമായിട്ടും കണക്ഷനില്ലാതെ ഒരു റൂമിനുള്ളിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു മനോഭാവം, അത് തന്നെയല്ലേ ആ ആളെ മരണത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു രീതി ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. കാരണം ക്യാൻസർ വരാതിരിക്കാനായിട്ട്, നമുക്ക് നമ്മളുടെ ശരീരത്തെ പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യം ഡീടോക്സ് ചെയ്യാം ശരീരത്തെ. അതേപോലെ തന്നെ മലിനമായി കിടക്കുന്ന ആ ഉപാപചയ പ്രവർത്തനങ്ങൾ സ്ഥിരതയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് നമുക്ക് നോനി ജ്യൂസ് ശീലമാക്കാം. അതുപോലെ ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ നമുക്ക് സപ്ലിമെൻ്റായിട്ട്
ഉണ്ട്. സപ്ലിമെൻറ്റ്സ് ശീലമാക്കിയ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ടും അനുഭവമാണ് കേട്ടോ പറയണത്. അപ്പോൾ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കി പ്രായോഗികത്തിൽ വരുത്തി കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സപ്ലിമെൻറ്റിനെ കുറിച്ചിട്ട് ആളുകൾ പലവരും പല തരത്തിലും പറയുന്നുണ്ട്. പക്ഷേ നല്ല സപ്ലിമെൻറ്റ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ നമുക്ക് എത്ര വയസ്സായാലും മുന്നോട്ട് എനർജറ്റിക്കായിട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉൾക്കൊള്ളും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്നെ വിളിക്കാം. കൂടുതൽ എനിക്കറിയുന്ന അറിവുകൾ എനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടാം. അപ്പോൾ നമ്മളിലുണ്ടായ ഈ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കമ്പനി തന്നെയാണ്. നമ്മളുടെ കമ്പനിയിൽ വന്നതിന് ശേഷമാണ് നമുക്കിങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. അപ്പോൾ പരിഭവവും പരാതികളും പരിഭവങ്ങളും കുശുമ്പും ഒന്നും ഇല്ലാതെ നല്ലൊരു കുടുംബത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ കൂടാം.